പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിലെ ഈ രണ്ട് മനുഷ്യ മനസ്സിലായല്ലോ. എന്നാൽ കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് 500 1000 പിൻവലിച്ച സമയത്ത് എല്ലാ ചില്ലറക്കും വേണ്ടിയിട്ട് ചിലരെന്ത് ചെയ്തു? കൂടുതലും ഒരു 10,000 രൂപയുടെ ചില്ലറ ഒരു 9,000 കൊടുത്ത്. ഇത് ശറയിൽ ഒരു തെറ്റുമില്ല. തെറ്റാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കറൻസി തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യതയില്ലെങ്കിൽ പലിശ 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 എന്ന് പറയുന്ന പലിശയല്ല, പലിശ വരും എന്നുള്ള നിയമം സ്വർണം വെള്ളിയിൽ മാത്രമാണ് കച്ചവടത്തിലുള്ള പലിശ. പൊന്നും കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യത പ്രശ്നമല്ല. പിന്നെന്തിനേ ഉള്ളൂ? അൽറഹബു വൽ ഫിദ്ദ, പൊന്നും വെള്ളിക്ക് മാത്രം. അതെ, എന്റെ വാക്കല്ല. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, നഖ്ദി എന്ന ഗുണം മുൻഹസിറ, പരിമിതമാണ്. പൊന്നിനും വെള്ളിക്കും മാത്രമേ നഖ്ദി എന്ന് പറയുള്ളൂ. തുല്യത വേണമെന്നുള്ള നിയമം കറൻസിക്കില്ല, നിക്കിളിനില്ല, ചില്ലറക്കില്ല. എന്തിനേ ഉള്ളു? പൊന്നും വെള്ളിയും. അത് നാണയമാവട്ടെ ആവാതിരിക്കട്ടെ, കറൻസിക്ക് ആ നിയമം ഇല്ല. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ? കറൻസി ഒരിക്കലും പൊന്നുവള്ളിയുടെ സ്ഥാനത്ത് നിൽക്കൂല. അടിസ്ഥാനപരമായിട്ട് പഠിച്ചോ, പൊന്നുവള്ളി എന്നത് സിട്ടിപ്പിൽ വിലയാണ്. ഇപ്പം ബോധ്യപ്പെട്ടില്ലേ? മോഡി പിൻവലിച്ചാൽ കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ കാര്യം കിട്ടിയില്ലേ? നബിലാചേരിന്റെ കറാമത്തല്ലേ പ്രകടമായത്? മഹാനർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, കറൻസിക്ക് സ്വന്തമായിട്ട് വിലയില്ല. സ്വയം വിലയില്ലാത്ത സർക്കാരിന്റെ ഉത്തരവ് കൊണ്ട് മാത്രമുള്ള ഒരു മൂല്യമാണ്. അതിന്റെ നമ്പറൊന്ന് മാഞ്ഞു പോയാൽ കഴിഞ്ഞു. പിൻവലിച്ചപ്പോ ഒരു അർദ്ധരാത്രി 12 മണിക്ക് അല്ലേ ഉത്തരവിട്ടെ? 8 മണിക്ക് 12 മണിക്ക് അത് പ്രഖ്യാപിച്ചല്ലേ? തിരിഞ്ഞത് 12 മണിക്ക് തെളിഞ്ഞപ്പോ 500 1000 എന്തായി എന്റെ പ്രിയപ്പെട്ടവരെ? ഇതാണ് പൊന്നും കറൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മോഡി പിൻവലിച്ചാൽ പിൻവലിയുന്നതല്ല പൊന്നും വെള്ളി. ഇമാമുകൾ പറയുന്നു, അതിന്റെ കാരണം പൊന്നുവള്ളിയിൽ മാത്രമാകാനുള്ള കാരണം കൗനോ സമനം അടിവരയിട്ട് എഴുതി വെച്ചോ, കൗനോ സമനം സിട്ടിപ്പിൽ തന്നെ സ്വയം വിലയാണ്, കറൻസി ആക്കിയതാണ്. പൊന്നും വെള്ളി അള്ള വിലയായിട്ട് പടച്ചതാ. അതുകൊണ്ടാ നോട്ട് പിൻവലിച്ചപ്പോ 500 1000 കെട്ടുകൾ, നോട്ട് കെട്ടുകൾ എന്തിനു പറ്റി സഹോദരങ്ങള്? സക്കാത്ത് പറഞ്ഞ് നിസാബ് പറഞ്ഞ് ഇന്ന് കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? പൊന്നും വെള്ളിയോ എന്നും ഉയർന്നു നിൽക്കും. ആര് പിൻവലിച്ചാലും പിൻവലിയൂല. അസിലിൽ കത്തി തന്നെ അതിന് മൂല്യമുണ്ട് എന്നത് കൊണ്ടാണ് പഴയ കാലത്ത് ചെമ്പിലോം കൊണ്ട് ഉണ്ടാക്കിയതായ നിക്കിളി എന്ന് പറയുന്ന, നമ്മൾ ചില്ലറ എന്ന് പറയുന്ന ഉറുപ്പ്യയുടെ 2 രൂപയുടെ 5 രൂപയുടെ മൊട്ടയില്ലേ, ആ മൊട്ട ഇമാമിങ്ങളെ കാലത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇമാമുകൾ വിശദീകരിക്കുന്നത് ഇതാ റാജത്തിൽ ഫുലൂ, ചമ്പിലോഹം കൊണ്ടുണ്ടാക്കിയ നിക്കിളി മൊട്ട. ആ മൊട്ട റവാജന്നു കൂടി പൊന്നുവള്ളി ചെലവാകുന്നത് പോലെ എല്ലാ രാജ്യത്തും ചെലവായാലും കച്ചവടത്തിലുള്ള കൈമാറ്റ പലിശ അതിന് വരൂല. ഇമാം നവവി, ഇമാം ഇബ്നു ഹജർ എന്താ കാരണമെന്നറിയുമോ? ഒരു സംഭവമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി തിന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നില്ലേ? നമുക്കൊക്കെ അറിയുന്ന സംഭവമല്ലേ? ഭൂമിയിൽ ഇറങ്ങേണ്ടി വന്നിട്ട് മഹാനൊരു കരഞ്ഞില്ലേ? ആ കരച്ചൽ കണ്ട് സങ്കടപ്പെട്ട് സ്വർഗം വിട്ടു പോകേണ്ടി വന്ന സങ്കടത്തിൽ മറ്റ് പടപ്പുകളും കരഞ്ഞു, മറ്റ് ജീവികളും പറഞ്ഞു. 2 എണ്ണം കരയുന്നില്ല, 2 സാധനം കരയുന്നില്ല. പൊന്നും വെള്ളിയും കരയുന്നില്ല. അല്ലാഹുത്തആല ചോദിച്ചു, അന്തുമാലം തബിക്കിയ, ഇതെന്താ എല്ലാം കരഞ്ഞിട്ടും നിങ്ങളെന്താ കരയാത്ത? കറൻസി കരഞ്ഞിട്ടോ, പൊന്നും വെള്ളിയല്ലാത്ത എല്ലാ സാധനവും കരഞ്ഞ്, നിക്കളും കരഞ്ഞ്, ചില്ലറയും കരഞ്ഞ്,
പൊന്നും വെള്ളിയും കരയുന്നില്ല. അള്ളാഹ് ചോദിച്ച് എന്താടോ ഇങ്ങള് കരയാത്തത്? ആദം നബി സ്വർഗത്തിൽ നിന്ന് പോന്നിട്ടുള്ള വിഷമം കൊണ്ട് മൂപ്പർ കരയുമോ, ഇങ്ങളെന്താ കരയാത്തത്? അപ്പം പൊന്നും വെള്ളിയും പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പഠിച്ചോനെ, ഞാദ്യ പറഞ്ഞിട്ടില്ല തിന്നരുന്നു, ഞാദ്യ പറഞ്ഞതല്ലേ ആക്കാനി തിന്നരുതെന്ന്. എന്റെ കൽപ്പന അത് വേണ്ടതുപോലെ പാലിക്കാത്തത് കൊണ്ടല്ലേ പുറത്തു വന്ന് ഞങ്ങള് കരയൂല. നീ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ അങ്ങോട്ട് ഞങ്ങൾ കരയൂല. അപ്പൊ അള്ളാഹ് പറഞ്ഞു പോലും അത്ര ഇസ്സത്ത് ഇങ്ങക്ക് ഉണ്ടല്ലേ, അത്ര എന്നിൽ ഇങ്ങക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലേ, അല്ലെ ഇങ്ങക്ക് ഞാനൊരു ഇസ്സത്ത് എല്ലാ വസ്തുവിന്റെയും അടിസ്ഥാന വില അന്നും ഇന്നും എന്നും സ്വർണവും വെള്ളിയുമാ. അതുകൊണ്ടാണ് നാണയമായിട്ട് മുദ്രണം ചെയ്തില്ലെങ്കിലോ സകാത്തും പലിശ, ആഭരണവും നിൽക്കുക. അതാണ് പൊന്നും വെള്ളി. അതിന്റെ സ്ഥാനത്ത് ലോകത്തൊരു സാധനവും നിൽക്കൂല. അവസാന കാലത്ത് മായക്കൂമും മക്കാമുമായിട്ട് ചിലര് രംഗപ്രവേശനം ചെയ്യും. കാളെ കൂട്ടി മഹാനായ ഇമാം ശാഫിഈ ഖുലൂബുല്ലാരി ഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹു നാദിറൂന. ഔലിയാക്കൾക്ക് ചില കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ട് അവര് വർഷങ്ങൾക്ക് ശേഷം വരുന്നവർ മുൻകൂട്ടി കാണുന്ന ദീർഘദൃഷ്ടി. ആ ദൃഷ്ടിയുള്ള ഇമാമുന ശാഫി തങ്ങൾ ലോക പ്രശസ്തമായ ഉമ്മിലത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു, കുറിച്ചു വെച്ചോ. പൊന്നും വെള്ളിയും എല്ലാത്തിനോടും വിരുദ്ധമായ രണ്ട് സാധനമാണ്. എല്ലാത്തിന്റെയും അടിസ്ഥാന വിലയാണ്. അതുകൊണ്ട് സാധാരണക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നബിലാച്ചയുടെ കറാമത്ത് നിങ്ങൾക്കും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മിൽ കുറിച്ചു വെക്കുക, പൊന്നു വെള്ളിയോട് ഖിയാസാക്കപ്പെടാൻ പാടില്ല. ഒന്നിനെയും ഖിയാസാക്കരുത്. കറൻസിയും ഖിയാസാക്കരുത്, ഭക്ഷ്യവസ്തുവിനെ ഖിയാസാക്കരുത്. അതെല്ലാത്തിനോടും വിരുദ്ധമായ വ്യത്യസ്തമായ രണ്ട് സാധന പൊന്നും വെള്ളിയും. ഇതുകൊണ്ടാണ് നാദാവൃത്തോരോട് ആരോ വന്നിട്ട് അഭിപ്രായം പറഞ്ഞു. ഇവിടെ ചേരാവൃത്തൊരു വിഷയം ഉണ്ടായിരുന്നു. ഏതോ ഒരു അറബി പറഞ്ഞാലോ കേന്റിങ് എടുത്തു കൊടുക്കാം, അല്ലെ നിങ്ങളെ കേന്റിങ് എടുത്തു കൊടുക്കുക. അതിനെന്തിപ്പോ സൗകര്യമുണ്ട്, അതിന് മക്കാമ് ഉണ്ട്. ആ മക്കാമ് പൊളിച്ചാൽ നല്ല സൗകര്യ. അപ്പൊ പൊളിക്കാൻ പറ്റുമോ? അപ്പൊ ഓറ് പറഞ്ഞ് അത് പൊളിക്കണ്ട, അത് നിലനിർത്തേണ്ട മക്കാമാണ്. വേറൊരു മക്കാമുണ്ട്, അതേതാ? അത് പൊന്നും വെള്ളിയുടെ സ്ഥാനത്താണ് കറൻസി. ഒമായപ്പും മക്കാമും ആ മക്കാമ് പൊളിക്കന്റെ മക്കാമാണ്. കാരണം മഹാന്മാരായ ഫുഖഹാഇന്റെ പേരിൽ കെട്ടിണ്ടാക്കിയ കദിബും മുഫ്തറാ. ഏതെങ്കിലും ഒരു കിതാബിൽ മായക്കൂമോ മക്കാമോ കാണിച്ചു തരാൻ കഴിയുമോ മക്കളെ? എന്റെ പ്രിയപ്പെട്ടവനെ കുറ്റപ്പെടുത്തുകയല്ല, സങ്കടം കൊണ്ട് പറയുകയാണ്. മഹാന്മാരായ ഇമാമുകളുടെ പേരിൽ ഇല്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർക്കുമ്പോ നാം അത്ര പേടിക്കേണ്ടതാ. അപകടമല്ലേ? നെട്ടതീനാണ്. സ്വർണം വെള്ളി പോലെയാണ് കറൻസി. നെട്ടതിന്റെ ഒരു ഫർദാണ്, അതിൽപ്പെട്ട ഒരു ഇനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ 2000 കൊണ്ട് പോയിട്ട് 100ന്റെ 20 നോട്ട് നമ്മൾ വാങ്ങാറില്ലേ? ശറഇന്റെ ശരിയായ വിധി അനുസരിച്ച് നെട്ടതാണെങ്കിൽ ത്രാസിന്റെ ഒരു തട്ടിൽ 20 100 ഇടണം, മറുതട്ട് 2000 അല്ലെ. മഞ്ഞ നോട്ടിട്ടാൽ എന്തിനാ തൂക്കം? തലക്ക് തൂക്കമില്ലാത്തവർക്കെല്ലാം തിരിയും. തൂക്കം ഉണ്ടാവാ ഈ 20 നോട്ടിന് തന്നെയാണ്. ആർക്കാ മനസ്സിലാകാത്തത്? ഇത് ഹറാമാണെന്ന് വരും. പൊന്നുവള്ളിന്റെ സ്ഥാനത്ത് തന്നെയാണ് കറൻസി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ? ചില്ലറ വരാൻ പറ്റൂലെന്ന് വരും. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കാൻ പറ്റൂല, സദസ്സിന് കൈമാറ്റം ചെയ്യണ്ടേ? വിദേശ കറൻസിയും നാട്ടിലെ കറൻസിയും കൈമാറ്റം ചെയ്യും. അപ്പൊ മൂല്യം ഒത്തിട്ടില്ലേ എന്നിരിക്കും. മൂല്യം ഒത്തത് പരിഗണിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൂക്കിയാണ് നോക്കേണ്ടത്, മൂല്യം പരിഗണിക്കൂല.
തൂക്കി ഒപ്പിക്കണമെന്നാണ് ഇതിന്റെ നിയമം. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വർണ്ണവെള്ളിയുടെ സ്ഥാനത്ത് കറൻസി നിൽക്കുമെന്ന് അബദ്ധം. കട്ടൻ ചായ പോലും കുടിക്കാതെ നിങ്ങൾ ചെറിയ കുട്ടികളെ പോയിട്ട് മദ്രസയിൽ പഠിപ്പിക്കുമ്പോ മജ്ബൂറായി പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇമാമിക ഇബാറത്തിന്റെ ഒരു പിൻബലവും ഇല്ല. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഉമ്മിൽ വ്യക്തമായി കുറിച്ചതിന് വിരുദ്ധമാ ചില്ലറ മാറൽ ഹറാമാണെന്ന് വരോ. ദുബൈയുടെയും ഇന്ത്യയുടെയും കറൻസി കൈമാറ്റം ചെയ്യുമ്പോ തൂക്കി ഒപ്പിക്കണമെന്ന് വരും. അങ്ങനെ പൈസ അടിച്ചിട്ട് ഇങ്ങനെ വാങ്ങാൻ പാടില്ലെന്ന് വരും. പൊന്നുവള്ളിയുടെ വിധിയാണെന്ന് പറഞ്ഞാൽ പലിശയുടെ കൊട്ടയാകും. അതുകൊണ്ടാണ് മഹാനായ ഓർ പറഞ്ഞത്, പറയല്ലേ നഖദ് മുൻഹസിറ ഫിൽ വൽ ഫിദ്ദ. കച്ചവടത്തിലുള്ള പലിശ രണ്ട് സാധനത്തിലെ വരൂ. ഭക്ഷ്യവസ്തു നഖദ് പൊന്നു വെള്ളി. അടുത്ത നോക്കി കടപ്പലിശ. അതേ നമ്മൾ പലിശയായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞ കച്ചവടത്തിലെ പലിശ എല്ലാവരും പലിശയായിട്ട്. എന്താ അതിന്റെ യുക്തി? കച്ചവടത്തിലൂടെ രണ്ടാൾക്കും ഇഷ്ടല്ലേ. പഴയ പുതിയ പൊന്നും മൂല്യത്തിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം ഒരു പ്രശ്നവും ഇല്ലാലോ. പറഞ്ഞിട്ടേ കാര്യമില്ല. തഅബ്ബുദിയ്യ അത് ഹറാമാണെന്നതിന്റെ യുക്തി നമ്മൾക്ക് അറിയൂല. കടപ്പലിശ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കടം വാങ്ങിയവൻ ബുദ്ധിമുട്ടുന്നു. ഇതിന്റെ യുക്തി അറിയൂല. തഅബ്ബുദിയ്യ. അടുത്തതാണ് കടപ്പലിശ. എന്താണ് മുഅ്മിനീങ്ങളെ കടപ്പലിശ എന്ന് പറഞ്ഞാൽ? പലിശയുടെ ഗൗരവം നമ്മൾ പറഞ്ഞല്ലോ. പലിശയിൽ തീർത്തും നമ്മൾ മാറി നിൽക്കണമെങ്കിൽ എന്താ പലിശ എന്ന് പഠിക്കണം. കടപ്പലിശ എന്താന്ന് പഠിക്കണം. ചിലരുണ്ട് ഒരു ഹദീദൻ ഓതോ എന്നിട്ട് പിന്നെ ഒറ്റ വ്യാഖ്യാനിക്കലാണ്. കടം കൊടുത്തവനിക്ക് ഉപകാരം കിട്ടുന്ന വലിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടമിടപാടും പലിശയാ. മോനെ ഇത് ഹദീദല്ലേ? ഈ ഹദീദ് വിവരിക്കേണ്ടത് ഫുഖഹ അല്ലേ? ഫുഖഹ നിർവചിക്കൂലേ എന്താണ് കടപ്പലിശ? അത് നോക്കാം. കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഇമാമുകൾ വിശദീകരിക്കുന്നു, കടം കൊടുത്തവനിക്കൊരു ഉപാധി വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള കടമിടപാട്. കടം കൊടുത്തവനിക്ക് ഉപകാരം ചെയ്തു എന്നതുകൊണ്ട് മാത്രം കടപ്പലിശയാകൂല. അടിസ്ഥാനപരമായി നോക്ക്, സാധാരണക്കാർക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. കടപ്പലിശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വമഅലൂമുൻ അന്ന ഫസാദൽ അഖ്ദി ഹൈദു വഖഅ ശർതു ഫീ സുൽബിൽ അഖ്ദി. എന്താ പറഞ്ഞത്? ഇടപാടിന്റെ ഉള്ളിൽ കടം കൊടുത്തവനിക്കൊരു ഉപകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള കടമിടപാട്. ഈ ഇടപാടിനിക്കാണ് കടപ്പലിശ എന്ന് പറഞ്ഞത്. വ്യക്തമായി പറഞ്ഞാൽ പറഞ്ഞുതരാം. ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുമ്പോ 10,000 രൂപ ഞാൻ കടം തന്നു. തിരിച്ചു തരുമ്പോൾ 10,001 രൂപ ഉദാഹരണം. അല്ലെങ്കിൽ എന്റെ ഇന്ന വസ്തു നീ ഇന്ന സ്ഥലത്ത് എത്തിച്ചു തരണം എന്ന വ്യവസ്ഥയോടുകൂടെ 10,000 രൂപ ഞാൻ നിനക്ക് കടം തന്നു. അപ്പൊ അവന് പറയുക ആ വ്യവസ്ഥയോടുകൂടെ ഞാൻ സ്വീകരിച്ചു. ഇതാണ് കടപ്പലിശ. മനസ്സിലായോ? ഇടപാടിനകത്ത് കടം കൊടുത്തവനിക്ക് ഉപകാരം വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടത്തുന്ന കടമിടപാട്. ഇടപാട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാചകത്തിനാണ് ഇടപാട് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്ക്, വേഗം പറഞ്ഞ മനസ്സിലാകുന്ന 3 തലാക്ക് ചെല്ലിയാൽ, ശ്രദ്ധിക്കും, 3 തലാക്ക് ചെല്ലിയാൽ ആ പെണ്ണിനെ ചെല്ലിയവനിക്ക് രണ്ടാമത് തിരിച്ചെടുക്കണമെന്നുള്ള മാർഗം എന്താ? എല്ലാവർക്കും അറിയാം. എന്താ മാർഗം എന്ന് വെച്ചാൽ, ഇവന്റെ ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷം വേറൊരാള് വിവാഹം ചെയ്തിട്ട് അവൻ ബന്ധപ്പെട്ടിട്ട് അവൻ തലാക്ക് ചൊല്ലിയിട്ട് അവന്റെ ഇദ്ദ കഴിഞ്ഞിട്ട് അയാൾ ആദ്യത്താക്ക് കെട്ടാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയുന്ന അവസാനല്ലേ ഇത്? 3 തലാക്ക് ചൊല്ലി അവനിക്ക് തിരിച്ചെടുക്കണമെന്നുണ്ട്. പക്ഷേ 3 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ മുഹല്ലിൽ വേണം, അല്ലെ? മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ വേർത്തം കെട്ടണം, ബന്ധപ്പെട്ടിട്ട് തലാക്ക് ചൊല്ലി ഒഴിവാക്കണം. ഇവനിക്ക് കെട്ടണമെന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, താൽക്കാലികമായിട്ട് ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാം. താൽക്കാലികമായിട്ട് എന്തൊരു പേര് ഉയർത്തിരിക്കണം, താൽക്കാലികമായിട്ടും കെട്ടിച്ചു കൊടുക്കുക. ഈ താൽക്കാലികമായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരു വിധിയല്ലേ? താൽക്കാലികമായിട്ട് കെട്ടുന്നോനിക്ക് തീർത്തും എക്കാലത്തും ഭാര്യയായിട്ട് നിലനിർത്താൻ ഓനിക്ക് ഉദ്ദേശമില്ല. കെട്ടിച്ചു കൊടുക്കുന്ന ആളുകൾക്കും തീർത്തും ഓനിക്കൊരു ഭാര്യയായി വിട്ടുകൊടുക്കാൻ ഓനിക്കും ഉദ്ദേശമില്ല.
പിന്നെ എന്തിനായി കെട്ടിച്ചു കൊടുക്കുന്നത്? മറ്റൊന്നാൽ ദേശത്തിൽ ശുണ്ടിയിൽ മൂടി ചലാക്കില്ലിട്ടുണ്ട്, മക്കളുണ്ട്, ഒരയുണ്ടൊക്കെ ഉണ്ട്. ഓ എനിക്ക് കെട്ടണമെന്നുണ്ട്, എന്ത് ചെയ്യും? അപ്പൊ ഇവനോട് പറയുന്നു, ഇങ്ങനൊക്കെ എനിക്ക് കെട്ടിച്ചിരുന്നട്ടോ, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇനി ഒന്ന് സഹകരിക്കണം. അവൻ പറഞ്ഞ സഹകരിക്കോട്ടെ, ഞാൻ സഹകരിക്കാം എന്ന് പോലും പറഞ്ഞു. അങ്ങനെ കെട്ടിച്ചു കൊടുക്കുമ്പോ പറ്റുന്ന രൂപവുമുണ്ട്, ഹറാമാകുന്ന രൂപവുമുണ്ട്, കറാഹത്താകുന്ന രൂപവുമുണ്ട്. എന്താ വ്യത്യാസം? ഇടപാടിന്റെ ഉള്ളിലാണ് വ്യവസ്ഥ പറഞ്ഞതെങ്കിൽ കനോത്തിന്റെ വടത്തിലിരിക്കുമ്പോ നമ്മൾ ഭാഷയെ പറഞ്ഞാൽ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ടാ, എന്റെ മോള ഇന്നവളെ ഫാത്തിമ ഉദാഹരണം ആരോ ആവട്ടെ, നിനക്ക് കെട്ടിച്ചു തന്നിരിക്കുന്നു, ബന്ധപ്പെട്ട് നീ ഒഴിവാക്കി തരണമെന്ന വ്യവസ്ഥയോടുകൂടെ. അപ്പം മറ്റോരറിയാം, നിങ്ങളെ മോളെ ആ വ്യവസ്ഥയിൽ ഞാൻ സ്വീകരിച്ച് വിവാഹം ചെയ്തു തന്നത്, ഇണയാക്കി തന്നത്. ഇത് ബാത്തിലായ അക്താണ്, ഫാസിദായ അക്താണ്, നിക്കാഹ് ശരിയായിട്ടില്ല. അതേ സ്ഥാനത്ത് ഇതേ നിക്കാഹി തന്നെ കാനോത്തിന്റെ പടത്തുനിന്ന് ഈ വാചകം അറബിയിൽ ഈജാബ് കബൂൽ എന്ന് പറയും, ഇടപാടിന്റെ വാചകം. ഈ വാചകം പറയുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ പറഞ്ഞ് ചെറുത്താക്കി തെർത്തീവാക്കി റെഡിയാക്കിയിട്ട് വാചകം പറയുമ്പം വ്യവസ്ഥ പറഞ്ഞില്ല. ഇതിന്റെ പേരാണ് തവാഫുക്ക് പറഞ്ഞൊക്കുക. അങ്ങനെ പറഞ്ഞൊക്കെ ഇട്ടിട്ട് നിക്കാഹ് നടത്തിയാൽ ശരിയാകുമോ എന്ന് നാദാവരത്തെ ഓരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ, അതുപോലെ താലിമികളോട് ചോദിച്ചാൽ ഓരെന്നാ മറുപടി പറയുക, മുമ്പ് പറഞ്ഞതാണെങ്കിൽ നിക്കാഹ് ശരിയാണ്, കറാഹത്താണ് എന്ന് ഒരു ആലിമ് പറയൂലേ? പറയണ്ടേ? എനിക്ക് ഇടപാടിന്റെ ഉള്ളിലാണെങ്കിൽ ബാത്ത് ഇത് പറയുമോ? ഇടപാടിന്റെ മുമ്പാങ്കിൽ ശരിയാന്ന് പറഞ്ഞ ആരോപിക്ക് കണ്ടില്ലേ, അയാൾ ഇത്ര നിക്കാഹ് കലാലായി കൊടുക്കുന്ന ആളാണ്, അയാൾ ഇതിന് കൂട്ടിരിക്കുന്ന ആളാണ്. എടോ, അങ്ങനെ ഒരു ആലിമിനെ കുറിച്ച് ആരോപിക്കുക, വഹാബികൾ ആരോപിക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. ഫിഖ് അംഗീകരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണെടോ അങ്ങനെ ആരോപിക്കാൻ കഴിയുക? ഇടപാട് എന്ന് പറയുന്നത് കൃത്യമായ ഈജാബ് കബൂലിന്റെ വാക്യമാണ് കേട്ടോ. ഞാൻ നിനക്ക് കടം തന്നു, ഇന്ന അവസ്ഥയോടുകൂടെ ഞാൻ അവസ്ഥയോടെ സ്വീകരിച്ചു, ഇത് പറയലാണ് കടപ്പലിശ. ഇത് മാലോകര് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? സമൂഹത്തെ പഠിപ്പിച്ചില്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? എന്റെ പ്രിയപ്പെട്ടവര്, എന്തൊക്കെയോ പലിശയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒക്കെ പലിശയാണെന്ന് പ്രസംഗിച്ചിട്ട് എന്നാലോ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടോ? ബാങ്കിൽ കയറാത്തവർ ആരാണോ ഉള്ളത്? അക്കൗണ്ട് എടുക്കാത്തവർ ആരാണുള്ളത്? ക്യൂ നിൽക്കാത്തവർ ആരാണുള്ളത്? ചില്ലറ മാറാത്തവർ ആരാണുള്ളത്? ഒക്കെ പലിശയാണെന്ന് പ്രസംഗിക്കും, എല്ലാവരും അവരുടെ കാര്യം നടത്തും, ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടപാട് നടത്തും. എന്നാ പിന്നെ ഫിഖ് മനസ്സിലാക്കിയിട്ട് ഏതാണ് ഹറാമ്, എവിടെയാണ് കറാഹത്ത്, ഹറാമില്ലാണ്ട് ബാങ്കിൽ കയറാൻ പറ്റുന്ന മാർഗമുണ്ടോ, അത് പഠിക്കലല്ലേ നല്ലത്. ഏറ്റവും നല്ലത് ബാങ്കുമായി ഒരു നിലക്കും ബന്ധപ്പെടാതെ മാറി നിൽക്കലാണ്. 100% 100 മാർക്കത. ഓര് ജീവിച്ചതുപോലെ അതുപോലെ ജീവിക്കാൻ ഈ പറയുന്നവർക്ക് കഴിയുമോ? സാധിക്കുമോ? കഴിയുമോ? ബാങ്കുമായി ബന്ധപ്പെടാതെ കഴിയുമോ? ഇനി എന്താ നമ്മൾ മജ്ബൂറായ സ്ഥിതിയിൽ ഇനി എന്താ വേണ്ടത്? ഹറാം വരാതെ ഇനി ജീവിക്കാൻ മാർഗമുണ്ടോ? അല്ലാതെ സ്റ്റേജ് കയറുക, ഹറാം 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 എന്ന് പറയുന്ന ആളും ഇറങ്ങിയിട്ട് അയാളും ബാങ്കിൽ കയറുന്നു, മറ്റാളും കയറുന്നു. ഞാൻ മൊത്തം ബാങ്കിന് അനുകൂലിക്കുന്നല്ല ഇത്. മജ്ബൂറായ സ്ഥിതിയിൽ ഏതാ ഹറാമിനും കറാഹത്തിനും തരം തിരിച്ചു പഠിക്കുക. എന്നിട്ട് ഹറാം വരാതെ കറാഹത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെട്ട അള്ളാഹുവോട് പറയാലോ, പടച്ചോനെ ഫത്തുൽ മുഈനിന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിടിച്ചിട്ട് ഞാനങ്ങ് ജീവിച്ചതാന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടൂടെ? ഒരുത്തന്റെ സ്വന്തം ഭാര്യ മറ്റൊരുത്തൊരു വ്യക്തിയുമായിട്ട് പ്രേമമായി, അങ്ങനെ അവൾ വറ്റിച്ചോ, താൻ പ്രേമിച്ച പെണ്ണ് അവന്റെ ഭാര്യയോട് തന്നെ പോയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് റൂമിൽ നീ പോയിട്ട് അവിടെ കിടക്കണം കേട്ടോ. ഇരുടെ സമയത്ത് അറിയാതെ ആ റൂമിൽ പോയിട്ട് കിടന്നു ഭാര്യ. ഇവന് കടന്നു വന്ന് ഇവൻ വിചാരിക്കുന്ന താൻ പ്രേമിക്കുന്ന അന്യവണ്ണായി റൂമിലുള്ള കാര്യം ബന്ധപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ഭാര്യയാണ്, ഇവന് പരാ കുറ്റക്കാരനാ. എന്തിനാ കുറ്റക്കാരനായത്? ഭാര്യയല്ലേ. പക്ഷെ ഓൻ വിചാരിക്കുന്ന ഭാര്യയല്ല എന്നാണ്. ഓൻ മറ്റേ പ്രേമിച്ച പെണ്ണാണ് വിചാരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഭാര്യയാണ്. ഇതാണ് നീയത്ത്. അപ്പൊ നമ്മൾ പലിശയാണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട്, പലിശ എന്നത് മലയാള വാക്കാ.
മലയാള വാക്ക് പലിശ എന്ന് പല അർത്ഥത്തിലും പലിശ സഹിതം മറുപടി പറഞ്ഞു നമ്മൾ പറയില്ലേ, പലിശ സഹിതം മറുപടി കൊടുത്തു. അതിപ്പോ പലിശയാ. പണ്ടൊരാൾ പറഞ്ഞിരിക്കുന്നു ദോശപ്പണി ഹറാമാന്ന് നമുക്കറിയാം. രാവിലെ പെണ്ണുങ്ങൾ ദോശ ഇടുമ്പോ കൈയോടെ പിടിച്ചിട്ട് ഇന്നോട് ഇത് നിർത്താൻ പറയുന്നത്. ഇന്ന ബാധി പറഞ്ഞിട്ട് ദോശപ്പണി അത് അക്ബറുൽ കബായിരിൽ പെട്ടതാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കടപ്പലിശ എന്നാണെന്നറിയോ? കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഇടപാടിനകത്ത് കടം കൊടുത്തവനിക്ക് ഉപകാരം വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടത്തുന്ന കടമിടപാട്. ഇനി വേഗം മനസ്സിലാവുന്ന വേറെ ഉദാഹരണം പറഞ്ഞുതരാം. മുദ്യാത്തിന്റെ നിക്കാന്ന് പറഞ്ഞൂടെ? മുദ്യാത്തിന്റെ നിക്കാന്ന് പറഞ്ഞാല് ഈ ഷിയാക്കളൊക്കെ ഇപ്പൊ അതുകൊണ്ട് നടക്കുന്നില്ല. 4 മദ്ഹബിലും അത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു, ഇപ്പൊ അത് വിരോധിക്കപ്പെട്ട. എന്താ മുദ്യത്തിന്റെ നിക്കാഹ്? ഹൈദരാബാദിലൊക്കെ മുദ്യത്തിന്റെ നിക്കാ എന്ന് പറഞ്ഞാല് എഗ്ഗിര് കുറഞ്ഞ കാലത്തേക്ക് പരസ്യ ബോർഡ് നമുക്കെന്നാണെങ്കിൽ 5 വർഷത്തേക്ക്. എന്റെ മകളെ നിനക്ക് ഞാൻ 5 വർഷത്തേക്ക് കെട്ടിച്ചെന്നിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചു. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പുതുക്കണം. ഇത് മുദ്യത്തിന്റെ നിക്കാ ഇസ്ലാം വിരോധിച്ചതാണ്. ഇത് ഹറാമാവോ എപ്പോഴാ? ഇടപാടിനകത്തിന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു 5 കൊല്ലത്തേക്ക്. ഇടപാടിന്റെ അകത്ത് വ്യവസ്ഥ പറഞ്ഞില്ല. ഇത് കറാഹത്ത് എന്ന് എനിക്കൊരു പറയും. എന്റെ പേര് ഹീലത്ത്. സൂത്രം ഒപ്പിക്ക്, കാര്യം നടത്തുക, ചടപാടിൽ പറയാതിരിക്കുക. ഇതെവിടെയും വരും, കടപ്പലിശയിലും വരും. അങ്ങനെ വന്നാൽ അതിനെക്കുറിച്ച് ഹറാമായ പലിശ എന്ന് പറഞ്ഞുകൂടാ. ഉദാഹരണമായിട്ട് ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊത്ത് ഞാൻ നിനക്ക് ഇതാ ഇത്ര പൈസ കടം തരുന്നു, ഉപകാരം പറഞ്ഞില്ല, ഇടപാടിൽ ഉപകാരം പറഞ്ഞില്ല. എന്റെ വകയിലാകണ്ട ഈ വാർത്ത വായിക്കാം. അമ്മാല പറഞ്ഞിട്ട് ഇടപാടിൽ കണ്ടീഷൻ പറഞ്ഞില്ലെങ്കിൽ അത് കടപ്പലിശല്ലോ. എന്താണ് അതിന്റെ വിധി? മദ്ഹബിൽ കറാഹത്താണ്. ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹറാമാണ്. അതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കണം എന്നീ പറയുന്നത്. പക്ഷെ വിധി എന്താണെന്ന് ചോദിച്ചാ കറാഹത്താണ്. അതാണ് നാദാവൃത്തവോട് പറഞ്ഞതും ആവശ്യമാണ്. ബാങ്കിന്റെ അധ്യായം എന്നൊരു അധ്യായം കിതാബിൽ ഉണ്ടാവൂല. ബാങ്ക് അങ്ങനൊരു ബാബ് ഉണ്ടാവൂല. കിതാബിൽ കടപ്പലിശ എന്നാണ് പറയും. അതിന്റെ നിർവചനം ഇവിടെ വരുന്നോ ഇല്ലോ എന്ന് നാം ഇനി നോക്കണം. ചിലപ്പോൾ ഹറാമാകും കടപ്പലിശ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറാഹത്താണ്. എന്തിനാണ് ഖൈബറിൽ പോയി കാരക്ക വാങ്ങിയാലോട് പലിശ വരാതിരിക്കാനുള്ള സൂത്ര റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്? അതാണ് ഹീലത്ത്. ഇപ്പൊ നാളെ പറയൂ മുജീബും പലിശ പ്രേരിപ്പിക്കുന്ന ആളാണ്, പ്രോത്സാഹിപ്പിക്കുന്ന ആൾ പലിശക്കാരനാണ്. ഒരു സ്ഥലത്ത് വാദിന് ചെറുക്കരുത്. എടവ ഞാൻ പ്രോത്സാഹിപ്പിച്ചതല്ല, പോയി വാങ്ങണോന്നല്ല ഈ പറയുന്നത്. ശറഇന്റെ വിധിയാണ് പറയുന്നത്. എല്ലാതിരിക്കുമ്പോ ഹറാം എന്ന് വിചാരിച്ചിട്ടൊരു കാര്യം ചെയ്യുന്നതും കറാഹത്ത് എന്ന് പഠിച്ചു ചെയ്യുന്നതും വ്യത്യാസമില്ലേ? ഏറ്റവും നല്ലത് ബേഗിന്റെ പടി കരാതെ ജീവിച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഹൈറ് അതാണ്. നാലാമത്തോട് ജീവിച്ചതുപോലെ അക്കൗണ്ടും വേണ്ട ബാങ്കും വേണ്ട ജീവിക്കാനാവോ? ആവുമെങ്കിൽ അതാ ഹൈറ്. ഇനി പോയി ബന്ധപ്പെടണോ? എന്നാൽ ഇനി മസാല പഠിക്ക്. ഹറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ബന്ധപ്പെടല. ഹറാമല്ലാത്ത രൂപം പഠിക്ക്, ആകൃതി പിടിക്ക്. ഇത് പഠിച്ചോണ്ടെടുക്കൽ കുറ്റക്കാരാകാത്ത രൂപം നോക്ക്. നിങ്ങളൊന്ന് നോക്ക്. അയാൾ കടം തന്നാൽ, അയാൾക്ക് കടം കൊടുത്താല് അധികം തരുത്ത അയാളെ പതിവ്. അയാൾക്ക് കടം കൊടുത്താല് അധികം കൊടുക്കലാണ് അയാളെ പതിവ്. തിരിച്ചു വരുമ്പോ അധികം തരും. ഇത് അറിയപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരുത്തം കടം കൊടുക്കുന്നത്. എന്നാലും ഓന്ന മനസ്സിൽ വിചാരിക്കുന്നത് ഇവനിക്ക് കൊടുത്താൽ അധികം കിട്ടുമല്ലോ എന്ന ഉദ്ദേശത്തോടുകൂടെ ഇടപാടിൽ വ്യവസ്ഥ ചെയ്യാണ്ട് അധികം കിട്ടുന്നുണ്ടാണ് ഈ കൊടുക്കുന്നത്. അതിന്റെ വിധി എന്നാ? മനസ്സിലുണ്ട്, നാവ് കൊണ്ട് പറയുന്നില്ല. മനസ്സിലുള്ള കാര്യം നാവ് കൊണ്ട് പറയാതെ ചെയ്താൽ ഇതൊക്കെ എന്തിനാണോ മൂടി വെക്കുന്നത്? സാധാരണക്കാർ തിരിഞ്ഞില്ലെങ്കിൽ ഹറാമെന്ന് വിചാരിച്ചിട്ടല്ല അവരും ചെയ്യുക. അതുകൊണ്ട് കറാഹത്ത് പഠിപ്പിച്ചു കൊടുത്ത് നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്ന പണി നോക്കല ഇനി നല്ലത്. കാരണം ബാങ്കൊക്കെ മജ്ബൂറായി പോയി.
ഇനി ഹറാമ് പറയുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് മാറി നിൽക്കരുതെന്ന് ഞാൻ ആവർത്തിച്ച് 100 വട്ടം അത് പറയുന്നു. പരമാവധി വേഗമായിട്ട് ബന്ധം നമ്മൾ വിച്ഛേദിക്കണം. പക്ഷേ ബന്ധപ്പെടുകയാണെങ്കിൽ ഹറാമല്ലാത്ത രൂപം പഠിക്കണം, നിർബന്ധം. അല്ലെങ്കിൽ കുറ്റക്കാരാവും. അപ്പൊ ഒരാൾ വിചാരിച്ച് പറഞ്ഞില്ല, എന്നാൽ നമ്മുടെ മദ്ഹബ് കറാഹത്താണ്. കറാഹത്തിന്റെ ജ്വല്ലറി പൈസ കൊടുക്കുന്നേ അതൊരു വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഇടപാടൊന്നും നടന്നിട്ടില്ല. മാസാന്തം കുറച്ച് ലാഭം എനിക്ക് കൊടുക്കുന്നേ ഹറാമാണെന്ന് പറയാൻ ഫിഖിന്റെ അടിസ്ഥാനത്തിൽ മാർഗമില്ല. നല്ലതല്ലെന്ന് പറയാം, ഒഴിവാക്കലാ നല്ലത് എന്ന് പറയാമല്ലാതെ ഒക്കെ തൊട്ടൊന്നും ഫിഖ് നോക്കാണ്ട് പലിശ 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 എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പലിശ മുക്തരാകാത്ത ആലിമും ഉണ്ടാവില്ല, മൗലിയാരും ഉണ്ടാവില്ല, തങ്ങളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എല്ലാരും പലിശയിലും ഇങ്ങനെ നരകത്തിൽ പോകുന്ന അതിനാ ഇമാമിങ്ങൾ എന്താ കറാത്ത്, എന്താ ഹീലത്ത്, എന്താ കടപ്പലിശ. കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഇടപാടിന്റെ അകത്ത് ചേർത്ത് വെക്കണോ, സൂക്ഷ്മത മാറി നിൽക്കൽ തന്നെയാണ്. ദമായരീബു കൈലാമാലായരീബു 15, 20, 25 ലക്ഷത്തിന്റെ വണ്ടിയിൽ വരുന്ന കുറ്റപ്പെടുത്തുകയല്ല. അയാൾ ആ സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നത് ലോൺ എടുക്കാൻ പറ്റൂല, മറ്റേത് പറ്റൂല, ഇത് പറ്റൂല. അപ്പം സാധാരണക്കാർ ചിന്തിക്കുന്നു, ഉസ്താദ് 25 ലക്ഷത്തിന്റെ വണ്ടിയിലല്ലേ വന്നത്, അത് ഇൻഷൂറില്ലേ, അടവില്ലേ, ഉസ്താദിന് എങ്ങനെയാണ് ഹലാലാകുന്നത്? ഒരു സാധാരണക്കാരൻ അനിവാര്യമായ വീട് പണിയാൻ വേണ്ടി പടയം വെച്ചുകൊണ്ടോ മറ്റോ എടുത്താൽ ഓനോട് പറയുന്നത് നിന്റെ പലിശയാണ്. ഇയാൾ വന്ന വണ്ടി പലിശയാകുന്നില്ലെങ്കിൽ അനിവാര്യത വീടാണോ, അനിവാര്യത വാഹനമാണോ? ഒരാൾ മജ്ബൂറാകുന്ന വിഷയം വീടാണോ, മജ്ബൂറാകുന്നത് വണ്ടിയാണോ? ബസ്സിലും വന്നൂടെ. അങ്ങനെയാണെങ്കിൽ പരമാവധി പലിശയൊന്ന് ചുരുക്കുകയെങ്കിലും ചെയ്തൂടെ? അതുകൊണ്ട് മൂല്യമാർക്ക് ഫിഖിന്റെ കിതാബ് ഓതിക്കൊണ്ട് അവർക്കറിയാം പലിശ ഏതാണ്, പലിശ അല്ലാത്തതാണ്, കറാഹത്ത് ഏതാണ്, ഹറാം ഏതാണ് എന്ന് അറിഞ്ഞിട്ട് അവർ സ്വന്തം ജീവിതത്തിൽ വേണ്ടി ഇളവുകൾ എടുത്തിട്ട് സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവരോടും ഹറാം എന്ന് പറയുന്ന ഓർന്ന് മാറി നിൽക്കുന്നുണ്ടോ ഈ സാധാരണക്കാർ? ഈ കേട്ട ആളുകൾ പിറ്റേന്ന് പോലും പോയിട്ട് ക്യൂ നിൽക്കുന്ന. പിന്നെ എവിടെയാണോ ഇത് ഫലിക്കുക? അതുകൊണ്ട് ഫിഖിൽ പറഞ്ഞത് മറച്ചു വെക്കണ്ട എന്ന് പറഞ്ഞാൽ എല്ലാരും ബാങ്കിലേക്ക് പോയിക്കോ, പൈസ കിട്ടോ, ലാഭം എങ്ങനെ വായിക്കോന്നല്ലേ ഈ പറയുന്നത്. ബാങ്കിന്റെ ലാഭം വാങ്ങണ്ട, വേഗമായിട്ട് ബന്ധവും വേണ്ട, ചൂഷണത്തിന്റെ കേന്ദ്രമാണ്. 100 വട്ടം പറയുന്നു. നദാപുരത്തെ ഓരോട് ചോദിച്ചില്ലേ കെട്ടിടം ഞാൻ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഓര് പറഞ്ഞത് എന്റെ സമ്മതത്തോടു കൂടെ കൊടുക്കണ്ട എന്നാണ്. അത് നല്ല ഏർപ്പാടല്ല, ബാങ്കിലെ ജോലിയും നല്ലതല്ല, കെട്ടിടം വാടക കൊടുക്കലും നല്ലതല്ല, ലക്ഷണക്കേട് തന്നെയാണ്. 100 വട്ടം പറയുന്ന മജ്ബൂറായ സ്ഥിതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റം വരാതിരിക്കാനുള്ള ഒരു മാർഗം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടതല്ലേ. എല്ലാം ഹറാമെന്നൊന്നും ഫിഖ് പറയാനൊക്കെ പറഞ്ഞൂടാ. എന്താ ഫിഖിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മൾ ഗൗരവത്തിൽ കാണുന്ന ചില സംഗതി ഫിഖിൽ നോക്കിയാൽ കറാഹത്തായിരിക്കും. നമ്മൾ നിസ്സാരമായി കാണുന്ന ചിലപ്പോൾ വൻദോഷമായിരിക്കും. കാണുന്നില്ല ചില ചെറുപ്പക്കാർ മണിയറ രഹസ്യം പറയുന്നത്, കല്യാണം കഴിഞ്ഞ ഉടനെ തമ്മി കാണുമ്പോ മണിയ രഹസ്യം പറയും. വളരെ നിസ്സാരമായിട്ടാ കാണുന്നത്. ശറഇന്റെ വിധി എന്താ? കബീറാ. മണിയ രഹസ്യം പുറത്തു പറയൽ വൻദോഷമാണ്, വൻദോഷമല്ലേ? വളരെ നിസ്സാരമായി കാണുന്നു. അതേ സ്ഥാനത്ത് ചില കറാഹത്തോ വലിയ മുറിക്കാത്തായിട്ടും ചിലത് കാണാം. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ നിന്ന് മാറി നിന്നിട്ട് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തൂ. സംശയമുള്ളത് വിട്. ഒരു എണ്ണ തേച്ചാൽ ഒരാൾ പറയുന്നത് തലവേദന കിട്ടും, വേറൊരാൾ പറയുന്നത് തലവേദന കിട്ടൂല. സൂക്ഷ്മത എന്നാ എണ്ണ ഒഴിവാക്കളിയ. ബാങ്കിലിടുമ്പോ കിട്ടുന്ന ലാഭത്തിൽ എന്തൊക്കെയോ ചില മോശങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഏറ്റവും ചെയ്യുന്ന കറാഹത്തെങ്കിലും വരൂലേ. അതുകൊണ്ട് മാറി നിൽക്കലാണ് ഏറ്റവും സൂക്ഷ്മത. അതേ സ്ഥാനത്ത് പലിശ എന്ന് പറഞ്ഞാൽ ഇടപാടിനകത്ത് വ്യവസ്ഥ ചെയ്യണം. അപ്പം ചോദിക്കും, ഉസ്താദേ എഴുതുന്നില്ലേ? എടോ, എഴുത്തിനെല്ലാം നിയമമുണ്ട് ശറയില്. ആദ്യം അച്ചടിച്ച് കൊണ്ടുവന്ന ഒരു സാധനത്തിൽ ഒപ്പിട്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിൽ എഴുത്തെന്ന് പറയും. ശറ എന്താണെന്നറിയുമോ?
കടമിടപാടിൽ ആ സമയത്ത് വാചകം എഴുതണം. ഇത്ര പൈസ ഇത്ര വ്യവസ്ഥയോടുകൂടെ ഞാൻ കടം തന്നു എന്ന് എഴുതുമോ ഉടൻ തന്നെ മറ്റോനും നീയത്തോടുകൂടെ തന്നെ എഴുതണം. വാചകം എഴുതണം. മുമ്പടിച്ചു കൊണ്ടുവന്നത് ശറഅ് പരിഗണിക്കുന്ന എഴുത്തല്ല. അതിന്റെ മുന്നിൽ ഒപ്പിട്ടത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യ തലാക്ക് ചൊല്ലിയെന്ന് ഒരാളെ അടിച്ചുകൊണ്ട് വന്ന ഒരു ഫോണ് ഒരാളെങ്ങ് ഒപ്പിട്ടാൽ ഭാര്യയുടെ തലാക്ക് പോകുമോ? തലാക്ക് പോകില്ല. ഒപ്പ് എന്നത് എഴുത്തായി ശറഅ് പരിഗണിക്കൂല. എഴുത്തുണ്ടെങ്കിൽ ഒപ്പ് വേണ്ടതുമില്ല. ഇന്ന വ്യവസ്ഥയോടുകൂടെ ഞാൻ കടന്നിരിക്കുന്നു എന്ന് എഴുതിയാൽ പിന്നെ ഒപ്പില്ലെങ്കിലോ നിയ്യത്തുണ്ടെങ്കിൽ പരിഗണിക്കും. അതേ സ്പോട്ടിൽ മറ്റൊരു എഴുതിയാൽ ആ ഇടപാടിൽ ഉപാധി വെച്ചാൽ അതാണ് കടപ്പലിശ. പഠിച്ചോ? അല്ലാണ്ട് ഫോണൊന്ന് കയറ്റിട്ട് അതിൽ ലാഭം എടുത്ത് അത് പലിശ, ഇത് പലിശ, ഇത് പലിശ, അത് ഫിഖ് പറയാനൊക്കെ പറയാൻ പറ്റൂല. ഇത് മൂലാർക്കുള്ള കാര്യമല്ല. ഫത്തുലും ഈ നോദിയാക്ക് പറയുമ്പം അയാൾ ശ്രദ്ധിച്ചേ പറയുള്ളൂ. എന്നാ സാധാരണക്കാരൊക്കെ സുഖേലെ കൊണ്ടുപോവാ, സാങ്കോട് പറയും മാറി നിൽക്കാൻ. ഇത് നമ്മളെങ്ങനെ ചെയ്യണം? അള്ളാഹിനോട് ദുആ ചെയ്യണം. പടച്ചോനെ പരമാവധി ബാങ്കുമായിട്ടൊന്നും ബന്ധപ്പെടാണ്ട് കയറാതെ ജീവിച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണം. ഇനി സൂറ് വിഷയത്തിലുള്ള കൊണ്ട് ഒന്നും തൊടാണ്ടിരിക്കാൻ പറ്റില്ല. ഇൻഷൂറ് ഒറ്റയടിക്ക് ഹറാമാണെന്ന് പറഞ്ഞു. ഇവിടെ വണ്ടി ഉപയോഗിക്കാത്ത ആരാണ്? ഇൻഷൂർ ചെയ്യാത്ത വണ്ടി ഇറക്കാൻ പറ്റുമോ റോഡില്? അടവെടുക്കുന്നത് ഹറാമാണെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾക്കൊരു വണ്ടി റൊക്കമായിട്ട് ഒരു 50,000 കിട്ടും. അടവിനെടുക്കുന്നതാണെങ്കിൽ ഒരു 70,000 സങ്കല്പിച്ചോ. നമുക്ക് അതിനെ പറ്റി പറഞ്ഞൂടാ. ഉദാഹരണം പറയാം. ഇത് ഹറാമല്ലാത്ത രൂപത്തിൽ എടുത്തുകൂടെ ഒരാൾക്ക്? എടുക്കാം. എന്താ മാർഗം? ഞാൻ ഇയാളോട് വാങ്ങുന്നത് 70,000 രൂപത്തിനാണ് കച്ചവടം ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കിയാൽ മതി. 70,000 രൂപക്കാണ് ഞാൻ ഈ വണ്ടി വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരുന്നില്ല. ഇന്നത്തെ പൈസ വാങ്ങിയത് 70,000 രൂപക്ക്. റൊക്കമായിട്ട് കൊടുക്കുന്ന ആളോ അയാൾ 50,000 രൂപക്ക്. ഒരാൾക്ക് റൊക്കമായിട്ട് കൊടുക്കുമ്പോൾ ഒരു വിലക്കും, കടം വാങ്ങുന്ന ആൾക്ക് മറ്റൊരു വിലക്കും ശറഅയില് വിൽക്കാം. ഇതിന് ഹലാലായ സംഗതി ഹറാമാണെന്ന് പറയുന്നത്. എന്റെ ഒരു സാധനം ഒരാൾ റൊക്കമായിട്ട് പൈസ തരുമ്പോൾ അയാൾക്ക് ഞാൻ 50,000 കൊടുക്കുന്നു. വേറൊരാൾ വന്നിട്ട് അവധിക്ക് വാങ്ങുമ്പോ അയാളൊക്കെ ഞാൻ 70,000 വിൽക്കുന്നത്. ശറഅയില് വല്ല അരുതായും ഇതിനുണ്ടോ? വല്ല മോശവും ഇതിനുണ്ടോ? കറാഹത്ത് പോലും ഇതിനില്ല. കറാഹത്ത് പോലും. എന്റെ സാധനം എത്ര വിലക്ക് വിൽക്കാന്ന് ഞാനാ തീരുമാനിക്കണ്ടേ? പറഞ്ഞ പോലെ തന്റെ വീട്ടിൽ യാചനക്ക് വന്ന് അവൻ വീട്ടിലില്ലെന്ന് ഭാര്യ പറഞ്ഞു ഇവിടെ ആളില്ലെങ്കിൽ കൂടെ. അപ്പൊ യാചകൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോ ആ പൊരക്കാരങ്ങി വരുന്നത്. പൊരക്കാരൻ ചോദിച്ചു ഇഞ്ഞെടുന്നാ വരുന്നത്? ഞാൻ നിങ്ങളെ പൊരയെ പോയിക്കാനോ. എന്നിട്ടോ പെണ്ണുങ്ങൾ തന്നെ അപ്പൊ ഇയാളെങ്ങനെ അയച്ചുവിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. അന്ന് വന്നിട്ട് ഇയാളെ വീട്ടിന്റെ അകത്ത് കയറിപ്പോയി. അകത്ത് കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൊടിയുമാണ്. ആരാ അവിടുന്ന് പോണ്ട തീരുമാനിക്കാനുള്ള അവകാശം എന്റെ പെണ്ണുങ്ങൾക്ക്. അത് അനക്കാൻ എന്റെ അവകാശം. എന്റെ പെണ്ണിങ്ങനെ പറയുക ഞാനല്ലത് പറയേണ്ടത് എന്ന് പോയിക്കോന്ന്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ എന്റെ ഒരു മൊബൈൽ, ഒരു വസ്തു, ഇത് എത്ര പൈസക്ക് വിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനിപ്പോ വിൽക്കുന്നില്ല. ഒരാൾക്ക് ഒരു പൈസക്കും വേറൊരാൾക്ക് വേറെ പൈസക്കും. സഹോദര, അതൊക്കെ ശറഅ് അനുവദനീയമാണ്. അനുവദനീയ സംഗതി തെറ്റാൻ വിശ്വസിക്കല്ല. അതുകൊണ്ട് വെറുതെ അടവിനെടുത്താൽ പലിശ വെറുതെ എന്നാ പിന്നെ അടവിനെടുക്കാതിരിക്കുന്നുണ്ടോ? എല്ലാവരും എടുക്കുന്നുണ്ട്. പലിശ 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 എന്നറിയാം. എന്നാ പലിശ അല്ലാതെ തെറ്റാത്ത രൂപം നോക്കൂടെ? ഇൻഷൂർ എന്നില്ലാണ്ട് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി ഇറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇൻഷൂറിനെ പറ്റിയിട്ട് കടപ്പലിശപ്പെടുത്താൻ പറ്റുമോ? പരമാവധി ചുരുക്കണം. നമ്മൾ ആദ്യം കടപ്പലിശ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കലാണ്. ഇടപാടിനകത്ത് ഷർത്താക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കേ. മനസ്സിലായില്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയ സംബന്ധമായിട്ടുള്ള സംശയം നമ്മൾ ഉസ്താദ് പഠിച്ചിട്ടുണ്ട് ഈ പറയുന്നത്. അപ്പോ ഇൻഷൂർ കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള വാചകം കൃത്യമായ എഴുത്താണ്. സാധനം കൊടുക്കുന്ന വാങ്ങുന്നത് കൊണ്ടല്ല ഇടപാട് എന്ന് പറയുന്നത്. ഇടപാട് എന്നുള്ള സാധനം കൊടുക്കൽ വാങ്ങലല്ല, ഈ വാചകം അല്ലെങ്കിൽ എഴുത്ത്, ഇതാണ് ശരിയായ ഇടപാട്. ഈ ഇടപാടിൽ വ്യവസ്ഥ ചെയ്യുമ്പോ കടപ്പലിശ അത് ഇൻഷൂറിൽ വരുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇല്ല.
എന്നാൽ ഇൻഷൂർ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ചൂഷണമാണ്. പലിശ എന്ന് ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ ഫിക്കിന്റെ നിർവചനം എന്ന അളവ് കോല് വെച്ചിട്ട് അളക്കണം. അത് വെച്ച് അളന്നാൽ ഒരു ഫിഖ് അറിയുന്ന ഒരാൾക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റൂല. പിന്നെ ആരാമെന്ന് പറയാൻ ചിലർ പറയുന്നത് മൈസിറല്ലേ, ചൂതാട്ടമല്ലേ, ആ വകുപ്പിൽപ്പെട്ടിട്ട് എല്ലാവരും ഹറാം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൂടെ? അത് ഒറ്റടിക്ക് പറയാൻ പറ്റൂല. മൈസിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂതാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് ഖുർആൻ പറഞ്ഞ ചൂതാട്ടം ഏതാണ്? ഒരു ഉദാഹരണം നോക്കി കിതാബിൽ പറയുന്ന ചെസ് കളിക്കുമ്പം വ്യവസ്ഥ വെച്ചു. ചെസ് കളി ശാഫി മദ്ഹബിൽ കറാഹത്താണ്. അങ്ങനെ കളിക്കുമ്പോൾ രണ്ടാളുകൾ ചേർത്ത് വെച്ചു ഉപാധി, മാലും മിനൽ ജാനിബൈനി, ഞാൻ തോറ്റാൽ നിനക്ക് തരും, നീ തോറ്റാൽ നീ എനിക്ക് തരണം, ഇത്ര സംഖ്യ എന്ന് വ്യവസ്ഥ ചെയ്താൽ ഖിമാറും മുഹറം, അത് ഹറാമായ ചൂതാട്ടമാണ്. ഇനി ഒരാളെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ, ഞാൻ തോറ്റാൽ നിനക്ക് തരും, നീ തോറ്റാൽ നീ എനക്കൊന്നും തരണ്ട, അതിന് ചൂതാട്ടമെന്ന് പറയൂലെങ്കിലും ഹറാം. കളിയായിരിക്കണം, മത്സരമായിരിക്കണം, മത്സരം ഇടപാടാണ്. മത്സരവും ഒരു കളിയും ഉണ്ടാകണം മൈസിറാകണമെങ്കിൽ. ഇൻഷൂറിൽ അങ്ങനെ മത്സര ഇടപാടുണ്ടോ? ഇൻഷൂറിൽ അങ്ങനെ ഒരു മത്സര ഇടപാടും ഒരു കളി ഇടപാടുമുണ്ടോ? അതുകൊണ്ട് ഇൻഷൂറിനെ കുറിച്ച് മൈസിർ എന്ന് പറഞ്ഞുകൂടാ. കടപ്പലിശ എന്ന് പറയുന്നെങ്കിൽ കടമെടുക്കുമ്പോൾ ഇടപാടിൽ വാചകത്തിന്റെ ഉള്ളിൽ ഷർത്ത് വരണം, എഴുത്തിന്റെ ഉള്ളിൽ ഷർത്ത് വരണം. അതും വരാത്തത് കൊണ്ട് കടപ്പലിശ എന്നും പറഞ്ഞൂടാ, മൈസിർ എന്നും പറഞ്ഞൂടാ. എന്നാൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, മജ്ബൂറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വകുപ്പിൽ പെടാത്തത് കൊണ്ട് ഒറ്റടിക്കൽ പലിശ 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 എന്ന് ഫിഖ് പറയുന്ന അറിയുന്ന ഒരാൾക്ക് പറയാൻ പറ്റൂല.